എനിക്ക് സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ. അത് മനുഷ്യത്വമാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ മതം തമ്മിലുള്ള വ്യത്യാസമോ കളർ തമ്മിലുള്ള വ്യത്യാസമോ ഇതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ഈ സാധാരണ എൻ്റെ സിനിമകൾക്കൊക്കെ ഞാനിങ്ങനെ പ്രൊമോഷന് ഞങ്ങൾ ഒത്തിരി ഇത്രയും ഞാൻ യാത്ര ചെയ്തിട്ടില്ല. അന്നേരം ഷെയ്ൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഇതിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അന്നേരം ഷെയ്നുമായിട്ട് സംസാരിക്കുമ്പം എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഷെയ്ന് പഠിച്ച സ്കൂള്, പഠിച്ച കോളേജ്, ഇച്ചിരി കൂട്ടുകാര്. ഇപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് CM-ന്റെ പരിപാടിക്ക് പോയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയെ കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആ ഒരു ചട്ടക്കൂട്ടിൽ വളർന്നു വന്നാണ്. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? അന്നേരം ആ ഒരു പുള്ളിക്ക് പുള്ളിയുടെ വേറെ ലോകങ്ങളില്ല. പുള്ളിയുടെ വീട്, ഉമ്മ, പെങ്ങന്മാരെ, ഇപ്പോൾ ഒരു ടൈഗർ, ഒരു പെറ്റുണ്ട്, ഒരു പൂച്ചക്കുഞ്ഞുണ്ട്. ആ ഒരു ലോകത്തിൽ മാത്രമുള്ള ഒരു ആളാണ്. അന്നേരം ആ പുള്ളിയെ ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചു വിട്ട് ചെയ്യാനൊക്കെ. ഇതെല്ലാം കണ്ടിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയണം. ഇപ്പം മലയാളത്തിലെ വലിയ നടന്മാർ പലരും കോളേജിൽ രാഷ്ട്രീയം കളിച്ചു ഒക്കെ വന്നാണ്. ഇപ്പം ഞാനും ഒക്കെ സ്റ്റുഡൻസ് പൊളിറ്റിക്സിലുണ്ടായിരുന്നതാണ്. നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ കണ്ടുവന്നാണ്. ഷെയ്ൻ അങ്ങനെ ഒന്നും കണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ് ഷെയ്നിൽ നിന്ന് പത്രക്കാർക്ക് ആവശ്യമില്ലാത്ത സാധനം എടുക്കാനൊക്കെ ആവശ്യമുള്ള സാധനം എടുക്കാനൊക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും കൂടെ നടക്കുക. അത് കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ വർഷം പറഞ്ഞ ഞാൻ. അതെ അതെ, അത് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ. എനിക്ക് സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ. അത് മനുഷ്യത്വമാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ മതം തമ്മിലുള്ള വ്യത്യാസമോ കളർ തമ്മിലുള്ള വ്യത്യാസമോ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു എനർജി എല്ലാവർക്കും പുറപ്പെടുവിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ മനുഷ്യരും ആ എനർജിയെ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അല്ലാതെ ഉള്ള വ്യത്യാസങ്ങളൊന്നും എനിക്ക് ബാധകമല്ല. ഇതെൻ്റെ മാത്രം രാഷ്ട്രീയമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ശരിയെന്നൊന്നും ഞാൻ ഇതാക്കുന്നില്ല. ഇതാണ് എൻ്റെ രാഷ്ട്രീയം. അപ്പോൾ ഇതിൽ എവിടെയോ കുറേ മനുഷ്യരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ കണ്ട വിഷമത്തിൽ ഞാൻ പറഞ്ഞതാണ്. അതിന് അത്രേ ഉള്ളൂ അതിനകത്ത്.